അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി കഫാ വസ്സലാം അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. ബദർ തീരത്തിലെ പ്രിയമുള്ള മുഹബ്ബീങ്ങളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ കബൂലാക്കട്ടെ. കേൾക്കലും പറയലുമെല്ലാം അല്ലാഹു വലിയ സൽപ്രവർത്തനമാക്കി കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മാറ്റി സമാധാനത്തോടെ ജീവിച്ചു മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബിയാകുന്ന ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, ഉബയ്യ് ഇബ്നു കഅബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ മറ്റുള്ള സ്വഹാബികൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ ജോലി ഏൽപ്പിച്ചു കൊടുത്ത സ്വഹാബിയാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. ആ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ഉബയ്യ് ഇബ്നു കഅബേ, ഖുർആനിലെ ഏറ്റവും അത്ഭുതകരമായ ആയത്ത് ഏതാണ്? ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്ത് ഏതാണ്? അള്ളാഹുവിന്റെ റസൂലിനോട് ഉബയ്യ് ഇബ്നു കഅബ് സംശയം പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലെ, വഹുവ ആയത്തുൽ കുർസി, അത് ആയത്തുൽ കുർസിയാണ് എന്ന് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവം നമുക്ക് ഹദീസുകളിലൂടെ വായിച്ചെടുക്കാം. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം കർണാടകയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദ് അവർകൾ ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. നമ്മൾ ഉസ്താദുമാരൊക്കെ പ്രഭാഷണത്തിന് വേണ്ടി പോകുമ്പോൾ, ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് തരാറുണ്ട്. അത് പതിവാണ്. സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദ് അവർക്ക് പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ആയത്തുൽ കുർസി, ഒരു സാധുവായ ഒരു പിതാവ്, ഒരു വല്യുപ്പ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. പേരക്കിടാവ് വരച്ചതാണ്, ഉസ്താദിന് തരാൻ വേണ്ടി വരച്ചതാണ് എന്ന് പറഞ്ഞ് ഒരു ആയത്തുൽ കുർസി എഴുതി വലിയൊരു ബോർഡ്, ആയത്തുൽ കുർസി നല്ല രീതിയിൽ എഴുതി വരച്ച് നല്ല രീതിയിലുള്ള ഒരു ബോർഡ് ഉസ്താദ് അവർക്ക് സമർപ്പിക്കുകയുണ്ടായി. സാധാരണ ഉസ്താദിനൊരു ശീലമുണ്ട്. ഉസ്താദ് അവർക്ക് സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പ്രഭാഷണം ദീനി ദഅവത്തുമായി ഒരുപാട് സജീവമായി പ്രഭാഷണ വേദികളിലെ നിറസാന്നിധ്യമാണ് സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദ് അവർകൾ. അള്ളാഹു ആരോഗ്യം ആഫിയത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ദീൻ പറഞ്ഞു തരുന്ന എല്ലാ ഉസ്താദുമാർക്കും അള്ളാഹു ആരോഗ്യവും ആഫിയത്തും അത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സംഘടനകളല്ല, ആലിമീങ്ങളെ നമ്മൾ ആദരിക്കണമല്ലോ. അപ്പോൾ സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടിയാൽ അത് ആ സദസ്സിൽ തന്നെ ലേലം ചെയ്ത് അത് ആ പൈസ ആ സദസ്സിലേക്ക് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലേക്ക് കൊടുക്കലാണ് പതിവ്. സ്വാഭാവികമായും ഇന്നലെയും അതുപോലെ ഒരു ആയത്തുൽ കുർസി കൊണ്ടുവരികയും ഉസ്താദിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്നു. ഉസ്താദ് പറയുന്നത് കൊണ്ടുപോകാൻ കഴിയില്ല, അതുകൊണ്ട് സാധാരണ ശീലം അതിങ്ങനെ ലേലം ചെയ്ത് ആ പൈസ ഈ പരിപാടിക്ക് അല്ലെങ്കിൽ ഈ മഹല്ലിന് അല്ലെങ്കിൽ ഏത് സ്ഥാപനമാണോ അതിനു വേണ്ടി കൊടുക്കലാണ് പതിവ്. അങ്ങനെ ഉസ്താദ് അവർക്ക് അത് ലേലം ചെയ്യാൻ തുടങ്ങി. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വല്ലാത്തൊരു അത്ഭുതമാണ് ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ ആയത്തുൽ കുർസി 1000-ൽ തുടങ്ങി 1000 2000 ആകുന്നു, 2000 5000 ആകുന്നു, 5000 10,000-ആയി, 10,000 മാറിയത് 10 ലക്ഷമായി, 15 ലക്ഷമായി, അവസാനം 20 ലക്ഷം രൂപയ്ക്കാണ് ആ ആയത്തുൽ കുർസി ലേലം ചെയ്ത് കൊണ്ടുപോകുന്നത്. അള്ളാഹു വിളിച്ച സഹോദരൻ അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അത് വരച്ച കുഞ്ഞ് അതാരാണെങ്കിലും അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുപരി ആ ഒരു സദസ്സിലെ ആ ഒരു നല്ല പ്രവർത്തനം ചെയ്ത ഉസ്താദ് അവർക്കും സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദ് അവർക്കും അള്ളാഹു ആരോഗ്യം ആഫിയത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ പ്രിയമുള്ളവരെ, ആ പൈസ വേണമെങ്കിൽ ഉസ്താദിനെ കൊണ്ടുപോകാമായിരുന്നു. ഇന്ന് പ്രഭാഷകന്മാരെയും ആലിമീങ്ങളെയും യൂട്യൂബിലൂടെയൊക്കെ വളരെ മ്ലേച്ഛമായി പരിഹസിക്കുന്ന യൂട്യൂബറുകളുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇതുപോലെയുള്ള നല്ല പ്രവർത്തനങ്ങൾ അവർ എടുത്തു പറയുന്നില്ല? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഉസ്താദ് അവർകളുടെ ചാനലിൽ, യൂട്യൂബ് ചാനലിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും കാണാൻ, രഹസ്യമായിട്ടല്ല, എല്ലാവർക്കും കാണാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. സ്വാഭാവികമായും എന്തുകൊണ്ട് നല്ല കാര്യങ്ങൾ ഉണർത്താൻ വേണ്ടി എന്ന പേരിൽ ഇറങ്ങുന്ന ആളുകൾ, യൂട്യൂബർമാർ അല്ലെങ്കിൽ അവരെ പരിഹസിക്കുന്നവർ എന്തുകൊണ്ട് ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ കാണുന്നില്ല എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഞാനൊന്ന് സന്ദർഭോചിതമായി ഒന്ന് ഉണർത്തി എന്ന് മാത്രം. വേണമെങ്കിൽ ഉസ്താദിന് ആ പൈസ എനിക്ക് തന്ന ഗിഫ്റ്റ് ആണല്ലോ, 20 ലക്ഷം രൂപ കിട്ടിയ ഞാൻ വലിയ സാമ്പത്തികമുള്ള ആളൊന്നുമല്ല, അപ്പൊ എനിക്ക് ആ പൈസ കിട്ടി എനിക്ക് കൊണ്ടുപോവാ എന്ന് ഉസ്താദ് അവിടെ ചിന്തിച്ചില്ല. അത് ആ പരിപാടി നടത്തിയ ഏത് ഭാരവാഹികളാണോ, ഏത് മഹല്ലാണോ, ഏത് സ്ഥാപനമാണോ അതിനായിട്ടാണ് ഉസ്താദ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കാണുമ്പോൾ എല്ലാം നമ്മൾ കാണണം. കുറ്റങ്ങളും കുറവുകളും മാത്രമല്ല നമ്മൾ കാണേണ്ടത്. അപ്പം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു ആയത്തുൽ കുർസി ആ ഉസ്താദ് അവരുടെ സ്നേഹിക്കുന്ന ആളുകളാണ് അതിനെ വിളിച്ചുകൊണ്ടുപോയത്.
അതുമാത്രമല്ല ആയത്തുൽ കുർസിയുടെ മഹത്വം അത്ര വലുതാണ് എന്ന് നമുക്കതിലൂടെ മനസ്സിലാവുക. അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി കാണാം, ഒരു മനുഷ്യൻ ഒരു ദിവസം 11 വട്ടം ആയത്തുൽ കുർസി ഓതിയാൽ, 11 വട്ടം ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, നാളെ മരണപ്പെട്ട് നമ്മൾ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് മഹ്ശറാവൻ സഫയിൽ വരുമ്പോൾ നമുക്ക് മുന്നിലായി 11 ബ്ലാക്ക് ക്യാറ്റ്സുകളെ, ബോഡി ഗാർഡുകളെ അള്ളാഹു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിട്ട് അന്താളിച്ച് നിൽക്കുമ്പോൾ നമുക്ക് ഗൈഡുകളായി 11 പേരെ തരുമെന്നാണ് മുത്തനബി തങ്ങളുടെ ഹദീസാണ്, തുർമുദി ഇമാം ഉദ്ധരിക്കുന്ന ഹദീസ്. എങ്ങനെയാണ് 11 ഓതേണ്ടത്? ഓരോ ബാങ്കിന് ശേഷവും ഒരായത്തുൽ കുർസി. 5 ബാങ്ക് വിളിക്കുമ്പോൾ 5 ആയത്തുൽ കുർസിയായി. സുബൈക്ക് ബാങ്കിന് ശേഷം ദുആക്ക് ശേഷം ഒരു ആയത്തുൽ കുർസി, ദുഹറിന് ശേഷം, അസ്റിന് ശേഷം, മഗ്രിബിന് ശേഷം, ഇശാക്ക് ശേഷം, ബാങ്കിന് ശേഷം 5 ആയത്തുൽ കുർസി. ആ നമസ്കാരത്തിന്, ഈ 5 വഖത്ത് നമസ്കാരത്തിന് ശേഷം, ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം ഓരോ വട്ടം, സുബഹി, ലുഹർ, അസർ, മഗ്രിബ്, ഇശാ. അപ്പൊ എത്രയായി? 10 ആയി. ഉറങ്ങാൻ വേണ്ടി നിന്റെ കിടപ്പറയിലേക്ക് നീ കടന്നു വന്നാൽ ഒരു വട്ടം നീ ഓത് ആയത്തുൽ കുർസി. അങ്ങനെ ഒരു ദിവസം 24 മണിക്കൂറിൽ 11 വട്ടം നീ ഒരു ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ 11 അംഗ സംഘം നിന്നെ കാണാൻ വേണ്ടി നാളെ അള്ളാഹിന്റെ മഹ്ശറിൽ വരുന്നതാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് മഹ്ശറയിൽ സിറാത്ത് പാലം, ഹൗദുൽ കൗസർ, അങ്ങ് മീസാൻ എന്ന തുലാസ്, ഇതൊക്കെ നമ്മൾ കേട്ട്. എവിടെയാണെന്നോ എന്താണെന്നോ നമുക്കറിയില്ല. എന്നാൽ അങ്ങനെ അത്ഭുതത്തിന്റെ അള്ളാഹുവിന്റെ മഹ്ശറയിൽ വല്ലാതെ അന്തം വിട്ട് അന്താളിച്ച് നിൽക്കുമ്പോൾ ഭയപ്പെടാതെ, നമ്മളെ അന്തം വിട്ട് അന്താളിച്ച് നിൽക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ ഗൈഡായി, ഒരു സംരക്ഷണ കവചമായി 11 പേരെ കടന്നു വരുമ്പോൾ നമ്മൾ ചോദിക്കുന്ന നിങ്ങളാരാ? അള്ളാഹുവിന്റെ റസൂൽ പറയും, നമ്മൾ ചോദിക്കും നിങ്ങളാരാ? പറയാം, ഞങ്ങൾ 11 ആയത്തുകളാണ്. ഞങ്ങൾ 11 ആയത്തുകളാണ്. ദുനിയാവിൽ ജീവിച്ചിരുന്നപ്പോൾ ദിവസം മുടങ്ങാതെ 11 ആയത്ത് ഓതിയിട്ടില്ലേ? ആ ആയത്താകുന്ന ആയത്തുൽ കുർസിയാണ് ഞങ്ങളെന്ന് നാളെ മഹ്ശറയിൽ ആ ഖുർആൻ ശഫാഅത്തുമായി കടന്നു വരുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതിൻ്റെ മഹത്വം മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ കുഞ്ഞ് അത് വരച്ചത്. അതിന്റെ മഹത്വം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഉസ്താദ് അവറുകൾ ആ സദസ്സിൽ തന്നെ ലേലം ചെയ്തത്. അതിന്റെ മഹത്വം മനസ്സിലാക്കിയത് കൊണ്ടും ആ ഉസ്താദ് അവറുകളോട് ഇഷ്ടം കൊണ്ടുമൊക്കെയാണ്, ദീനിനോടുള്ള വല്ലാത്തൊരു ഇഷ്ടം കൊണ്ടുമാണ് സഹോദരങ്ങൾ 20 ലക്ഷം രൂപ കൊടുത്ത്, ആ സഹോദരന് വേണമെങ്കിൽ കടയിൽ പോയാൽ ഒരു 5000 രൂപ കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു 10,000 പോട്ടെ, അത്ര ഉണ്ടാവൂല, അങ്ങേയറ്റം ഒരു 10,000 രൂപ കൊടുത്താൽ നല്ലൊരു ബോർഡ് കിട്ടുമല്ലോ. 10,000 രൂപ എവിടെ കിടക്കുന്നു? 20 ലക്ഷം എവിടെ കിടക്കുന്നു? പൈസയ്ക്ക് വേണ്ടിയ, പൈസയല്ല അവിടെ പ്രധാനം. അവിടെ അള്ളാഹിന് വേണ്ടിയുള്ള ഇഷ്ടങ്ങളാണ്. ആയത്തുൽ കുർസിയോടുള്ള, ഖുർആനിനോടുള്ള, ദീനിനോടുള്ള, ആലിമീങ്ങളോടുള്ള വലിയ ഒരു ഇഷ്ടമാണ് അവിടെ നമ്മൾ കാണാൻ സാധിക്കുക. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആയത്തുൽ കുർസി മുറുകെ പിടിച്ചവന് വിജയിക്കാമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സ്വഹാബാക്കളിൽ സമ്പന്നരിൽ അതിപ്രധാനിയാണ് മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല ഇത്രമാത്രം സാമ്പത്തികമായി ഉന്നമനം വരാൻ കാരണം എന്താണ് എന്ന അഭിപ്രായത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചകളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസ് കാണാം. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾക്ക് ഒരു സ്വഭാവ ഗുണമുണ്ടായിരുന്നു. എവിടെ പോയിട്ട് വീട്ടിലേക്ക് മടങ്ങി വന്നാലും വീടിൻ്റെ 4 മൂലയിലും പോയി 4 തവണ ആയത്തുൽ കുർസി പാരായണം ചെയ്യുമായിരുന്നു. എവിടെയെങ്കിലും പോയിട്ട്, ഇപ്പം നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുവാണ്, മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ വീടിൻ്റെ 4 മൂലയിലും പോയി 4 ആയത്തുൽ കുർസി ഓതിയിട്ടാണ് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കുക എന്ന് ചരിത്രങ്ങളിൽ, ഹദീസുകൾ നമുക്ക് വായിച്ചെടുക്കാം. അപ്പൊ സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടി, കടങ്ങൾ മാറാൻ, വ്യതകൾ മാറാൻ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആയത്തുൽ കുർസിയെ പതിവാക്കിയ ഒരാൾക്ക് ഹമ്മ ബാധിക്കൂല, വിഷമമുണ്ടാകൂല, ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകൂല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി. ഇന്ന് പ്രശ്നങ്ങളില്ലാത്ത ആരാ ഉള്ളത്? വേദനകളില്ലാത്ത, ബുദ്ധിമുട്ടില്ലാത്ത ആരാണുള്ളത്? നാം ചിന്തിക്കണം. എന്താണ് ഈ ആയത്തുൽ കുർസിക്ക് ഇത്രമാത്രം മഹത്വം വരാൻ കാരണം? 20 ലക്ഷം രൂപ കൊടുത്തൊക്കെ ഉസ്താദ് അവർകളിൽ നിന്ന്, സിറാജുദ്ദീൻ ഖാസിം ഉസ്താദ് അവരുടെ പ്രഭാഷണ വേദികളിൽ ആയത്തുൽ കുർസിയെ 20 ലക്ഷം രൂപ കൊടുത്തു കൊണ്ടുപോകാൻ എന്താ? അത് ആളുകൾക്കിടയിൽ ഷോ കാണിക്കലാണോ? അത് ആളുകൾക്കിടയിൽ ആളാകാൻ വേണ്ടിയാണോ? ഞാത്തെ സാമ്പത്തികം കൊണ്ട് അല്ലെങ്കിൽ പേരെടുക്കാൻ? അതൊന്നുമല്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ അത്ഭുതങ്ങൾ, റഈസുൽ ഖുർആൻ
ഖുർആന്റെ പ്രസിഡന്റ് തല എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് പോലെയാണ് ആയത്തുൽ കുർസി. കാരണം ഒരൊറ്റ ആയത്തിൽ അള്ളാഹുവിന്റെ 18 നാമങ്ങൾ അതിൽ പറയുന്നുണ്ട്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം തുടങ്ങി പരിശുദ്ധമായ 18 നാമങ്ങൾ അല്ലാഹു പറയുന്നുണ്ട് ആ ആയത്തിൽ. ഇവിടെ മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ പറയുന്നു, അള്ളാഹുവിനോട് ചോദിക്കേണ്ട ഇസ്മുൽ അഅ്ലം എന്ന് പറയുന്ന 2 അസ്മാഉൽ ഹുസ്ന പറയുന്നുണ്ട്, അള്ളാഹിന്റെ നാമങ്ങൾ. അതിൽ അള്ളാഹുവിന്റെ ഇസ്മുൽ അഅ്ലമായി പരിഗണിക്കപ്പെടുക ഹയ്യുൽ ഖയ്യൂം എന്ന 2 നാമങ്ങളാണെന്ന് ഭൂരിഭാഗം പണ്ഡിതന്മാരും രേഖപ്പെടുത്തുന്നുണ്ട്. എന്തേ കാരണം? അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു ഹയ്യുൽ ഖയ്യൂം എന്ന നാമം 3 ഇടങ്ങളിൽ പറയുന്നുണ്ട്. ഒന്ന് ആയത്തുൽ കുർസി, 2 സൂറത്തു ആലു ഇംറാനിലെ തുടക്കം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. മൂന്നാമത് സൂറത്തു ത്വാഹയിലെ 111-ാമത്തെ ആയത്ത്. 111-ാമത്തെ ആയത്തിലും അള്ളാഹുവിന്റെ ഈ നാമം ഹയ്യുൽ ഖയ്യൂം എന്ന നാമം നമുക്ക് കാണാം. ഈ 3 സ്ഥലങ്ങളിൽ അള്ളാഹു പറഞ്ഞതുകൊണ്ട് തന്നെ അധികരിച്ച പണ്ഡിതന്മാരും പറയുന്നു അള്ളാഹുവിന്റെ ഇസ്മുൽ അഅ്ലമാകാൻ സാധ്യത ഹയ്യുൽ ഖയ്യൂമാണ്. അത് വേറെ ചർച്ചാ വിഷയം, ഞാൻ അവസരോചിതമായി പറഞ്ഞു എന്ന് മാത്രം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഏറ്റവും മഹത്തരമായ ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്തെന്ന് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ആ സംബന്ധം ചേർത്ത് വായിക്കണം. ആയത്തുൽ കുർസിക്ക് വലിയ മഹത്വമുണ്ട്. ആ മഹത്വമുള്ളത് കൊണ്ടാണ് ആ പ്രഭാഷണ സദസ്സിൽ ഉസ്താദ് അവർകൾ പറഞ്ഞപ്പോൾ തന്നെ സാമ്പത്തികം പ്രശ്നമാക്കാതെ ആ പരിശുദ്ധമായ ഖുർആൻ, അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ എടുത്തു പറഞ്ഞ അള്ളാന്റെ നാമങ്ങൾ 18 തവണ ഒരായത്തിൽ പറഞ്ഞ ആയത്താണ് ആയത്തുൽ കുർസി. അള്ളാന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി കാണാം, ആയത്തുൽ കുർസി ഒരു വീട്ടിൽ പാരായണം ചെയ്താൽ ആ വീട്ടിൽ ബറക്കത്ത് നിലനിൽക്കും, ബറക്കത്ത് ഉണ്ടാകും. അപ്പൊ ആയത്തുൽ കുർസി എഴുതി സൂക്ഷിച്ചാലോ അവിടെ പിശാചിന്റെ ശല്യം ഉണ്ടാവൂല, ഉപദ്രവങ്ങളൊന്നും ഉണ്ടാവൂല എന്ന് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അള്ളാഹിന്റെ ഖുർആനിനെ സ്നേഹിക്കാൻ, ആയത്തുൽ കുർസിയെ സ്നേഹിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. 11 വട്ടം പാരായണം ചെയ്താൽ 11 സംഘം അള്ളാഹു നമ്മെ സഹായിക്കുമെന്ന് പറഞ്ഞില്ലേ? അപ്പം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാം മനസ്സിലാക്കുക, ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ആ വേദിയിൽ, അത് മാത്രമല്ല ഉസ്താദ് അവർകൾ ആ സ്നേഹത്തിന്റെ പേരിൽ ഉസ്താദ് ധരിച്ചിരിക്കുന്ന ഷാള്, അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തെങ്കിലും സന്തോഷം വരുമ്പോൾ താൻ ഇട്ടിരിക്കുന്ന തട്ടം, രിദാ, മേൽമുണ്ട്, ആ തട്ടം എടുത്ത് സ്വഹാബികൾക്ക് ധരിച്ചു കൊടുക്കുമായിരുന്നു എന്നാണ്. ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഉസ്താദിന് വലിയ സന്തോഷമായി. കാരണം എന്തേ? അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിക്കാനൊക്കെ ആളുകളുണ്ട് എന്ന് കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. അപ്പൊ നമ്മളൊരു പ്രഭാഷണത്തിന് വേണ്ടി പോകുന്ന നിറഞ്ഞു കവിഞ്ഞ സദസ്സ് കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷം. പടച്ചവനെ ദീൻ കേൾക്കാൻ ആളുണ്ടല്ലോ, അത് വലിയൊരു നേട്ടമാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സിറാജുദ്ദീൻ ഖാസിം ഉസ്താദിനെ പോലെ, നമ്മുടെ ബാക്കി ഉസ്താദുമാരെ പോലെ എല്ലാവർക്കും അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ ഉസ്താദുമാർക്കും, പ്രബോധനം നടത്തുന്ന മുഴുവൻ ഉസ്താദുമാർക്കും, അത് ഏത് സംഘടനയായാലും പണ്ഡിതന്മാർക്ക് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ മുറുകെ പിടിക്കുന്ന മുഴുവൻ പണ്ഡിതന്മാർക്കും അള്ളാഹു ആരോഗ്യവും ആഫിയത്തും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഇതുപോലെയുള്ള ഒരുപാട് നാടിന് വേണ്ടി, ദീനിന് വേണ്ടി, അള്ളാഹുവിന്റെ പള്ളികൾക്ക് വേണ്ടി, സ്ഥാപനങ്ങൾക്ക് വേണ്ടി സഹായിക്കാനും ആളുകൾ അതിലേക്ക് പങ്കെടുപ്പിക്കാനും ഒക്കെ ഉസ്താദുമാർക്ക് എല്ലാവിധ ആരോഗ്യവും ആഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിക്കുന്ന സമയം ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നസീബാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ രക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.